പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവമാതാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന പുണ്യദിനം, അമ്മ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഒന്നുകൂടെ അയവുറക്കി സ്വാംശീകരിക്കുവാനുള്ള പുണ്യ അവസരം. ഈ സന്ദർഭത്തിൽ ദൈവമാതാവായ മർത്തമറിയാം അമ്മയെ സംബന്ധിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 സന്ദർഭങ്ങളിലായി 2 പേർ അമ്മയെക്കുറിച്ച് പറയുന്ന 3 വിശേഷണങ്ങൾ നമുക്ക് ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ഉം 30-ഉം വാക്യങ്ങളിൽ ദൈവമാതാവായ മർത്തമറിയാം അമ്മ എന്ന നാമധേയം ലഭിക്കുവാൻ ഇടയായ സാഹചര്യം ഗലീലായിലെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അമ്മയോട് പ്രധാന ദൂതനായ ഗബ്രിയേൽ പറയുന്ന 2 വാക്യങ്ങളിൽ പറയുന്ന ഒരേ ഒരു വിശേഷണം, കൃപ നിറഞ്ഞവൾ, പീസ് ബി ടു യു മേരി ഫുൾ ഓഫ് ഗ്രേസ്. കന്യകമറിയാം കൃപ നിറഞ്ഞവളായിരുന്നു എന്നാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന 28-ാം വാക്യത്തിലും 30-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ച് നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നും ഊന്നി പറയുകയായി. തമ്പുരാൻ നമുക്ക് നിനക്ക് വന്നു നിന്ന്, കുഞ്ഞെ ഈ തമ്പുരാൻ്റെ കൃപ ലഭിച്ചവളാണ് എന്ന് ദൂതനിലൂടെ പറയുമ്പോൾ ആലോചിക്കുക, എന്തൊരു വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ സകല മാനവ കുലത്തിൽ നിന്നും ഒരാളെ അടർത്തിയെടുത്ത് ദൈവം നേർക്കുനേർ വന്ന് പറയുന്ന ആ പുണ്യമായ അവസരവും അതിൻ്റെ ഭാഗ്യവും എത്ര ശ്രദ്ധതരമായിരിക്കുന്നു. അമ്മ കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിച്ചിരുന്നു. 3 വയസ്സ് തികഞ്ഞപ്പോൾ ദേവാലയത്തിലേക്ക് അർപ്പിക്കപ്പെട്ട ആ കുഞ്ഞ് കീർത്തനങ്ങൾ ആലപിക്കുന്നതായിരുന്നു അവരുടെ സന്തോഷം. എല്ലാം കാണാപ്പാടമായിരുന്നു. സങ്കീർത്തനങ്ങൾ മുഴുവനും പഴയ നിയമത്തിലെ മോശയുടെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ മൊഴികളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വചനങ്ങൾ എല്ലാം ഉരുവിടുന്നത് സന്തോഷകരമായിരുന്നു. പ്രാർത്ഥനയിൽ നിഷ്ഠയോടെ ദേവാലയത്തിൽ സദാവി ദൈവവചനം ആഹാരമായി സ്വീകരിച്ച് ദൈവാഭിമുഖമായ ജീവിതത്തെ എല്ലായ്പ്പോഴും നിലനിർത്തി. അങ്ങനെ പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും ഉച്ചാരണത്തിലും ഉരുവിടുന്നത് വഴിയായി ജീവിതത്തെ ദൈവാഭിമുഖമാക്കി നിർത്തിയ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് വന്ന് കർത്താവ് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഈ ഒരു അനുഗ്രഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യകമറിയാമിന് ലഭിച്ചത് മാത്രമല്ല, എക്കാലവും അങ്ങനെയാണ്. കന്യകമറിയാമിന് ഒപ്പം ആയില്ലെങ്കിലും ഒപ്പം എത്തുവാനുള്ള പരിശ്രമം ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് വീണ്ടെടുപ്പുകാരനായ കർത്താവിന് ജന്മം നൽകുവാൻ കന്യകമറിയാമിനെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മിലൂടെ യേശുക്രിസ്തു നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വീണ്ടും പൂജാരനാകേണ്ടതുണ്ട്, വ്യാപരിക്കേണ്ടതുണ്ട്. നമ്മളിലൂടെ, നമ്മളുടെ വാക്കുകളിലൂടെ,
ഇന്നും പ്രാവർത്തികമാക്കേണ്ടത്, നിലനിൽക്കേണ്ടത് നമ്മിലൂടെയാണെന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. രണ്ടാമത്തെ വിശേഷണം നമുക്ക് വെളിവാക്കി തരുന്നത് യേശുബായാണ്. സക്കറിയായും യേശുബായും ഒരു കുടുംബം വചനത്തിനനുസരണമായ ജീവിതത്തെ ക്രമീകരിച്ച ഒരു കുടുംബം, ദമ്പതികൾ. ദൈവം അത്ഭുതകരമായി ഇടപെട്ടൊരു കുഞ്ഞിനെ നൽകുകയാണ്. അവൾക്ക് 6-ാം മാസം. കുഞ്ഞിനെ വഹിച്ചിരിക്കുന്ന ആ അമ്മയുടെ അടുക്കലേക്ക്, വൃദ്ധയുടെ അടുക്കലേക്ക്, വൃദ്ധ ഗർഭവതിയായിരിക്കുന്നു. ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ലോകം വിധിച്ചപ്പോൾ ദൈവം മറിച്ച് ഇടപെടുകയായി. അങ്ങനെ ഒരു വനിത അവളെ കാണുവാൻ 6-ാം മാസം കർത്താവിൻ്റെ ദൂതൻ്റെ വചനം കേട്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച, ഉദരത്തിൽ കർത്താവിനെ വഹിക്കുന്ന അമ്മ, ചാർച്ചക്കാരിയായ യേശുബയെ കാണുവാൻ യഹൂദ്യ മലനാട്ടിൽ മീരറുവയുടെ ഗ്രാമം, മീരറുവയുടെ ഇടം എന്ന പേർ, ഐൻ ഖറീം എന്ന ഗ്രാമത്തിൻ്റെ പേര്. ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. യേശുബ പറയുകയാണ്, നിന്റെ വന്ദനസ്വരം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്പരം അവർ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഗ്രീറ്റിംഗ്. സമാധാനം, ആ വചനം എൻ്റെ കാതുകളിൽ പതിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കർത്താവിൻ്റെ വചനം നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. അതാണ് യേശുബയ്ക്ക് കന്യകമറിയാമിനെ സംബന്ധിച്ച് പറയുവാനുള്ള മൊഴി, സാക്ഷ്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ 1-ാം അധ്യായം 35-40 വാക്യങ്ങളിലാണ് ഈ ഒരു വലിയ മൊഴി നമുക്ക് കേൾക്കുവാൻ കഴിയുക. നീ ഭാഗ്യവതിയാണ്, നീ അനുഗ്രഹീതയാണ് എന്ന് പറയുകയാണ്. നീ അനുഗ്രഹീത എന്ന് പറയുകയാണ്. Blessed are you among women എന്നാണ് യേശുബ പറയുന്നത്. Blessed are you among women, blessed are you among all human beings എന്ന് പറയുകയാണ്. നീ അനുഗ്രഹീതയാണ്. മാലാഖ് പറയുകയാണ്, നീ കൃപ നിറഞ്ഞവളാണെന്ന്. യേശുബ പറയുകയാണ്, അങ്ങനെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നിന്നെ തമ്പുരാൻ വസിക്കുവാൻ തക്കവണ്ണം നിന്നെ ഉള്ളം കയ്യിലെടുത്ത് ഉയർത്തിയല്ലോ. നിന്റെ വന്ദന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞുകൂടെ സന്തോഷിക്കുകയാണ് എന്ന് പറയുന്നതിനുള്ള, എന്ന് കേൾക്കുന്നതിനുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ച അനുഗ്രഹീതയായ ഒരു ബാലിക, യുവതി, കർത്താവിനെ വഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വലിയ ഭാഗ്യം ലഭിക്കുകയാണ്. അനുഗ്രഹീതരാകും. ആരാണോ അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം അവരുടെ സമസ്ത ഭാവത്തിലും ആളത്വത്തിലും തമ്പുരാൻ ഇറങ്ങി വസിക്കുന്നത്, അത് അന്ന് കന്യകമറിയാമാണെങ്കിൽ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും അവിധം എടുത്തുപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും ഈ വചനത്തിലൂടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. നീ അനുഗ്രഹീതയാവും. കൃപ നിറഞ്ഞവനെങ്കിൽ നീ അനുഗ്രഹീതമായി തീരും എന്നുള്ള കാര്യം. മൂന്നാമത്തെ മൊഴി യേശുബയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. വയോവൃദ്ധയായ യേശുബ
കൗമാരക്കാരിയായ ഈ ബാലികയോട് പറയുകയായി, കുമാരക്കാരിയോട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാ നീ എന്ന്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ചവൾ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് തോമാസ് ലീഹായ, കന്യക മറിയാമിനും തോമാസ് ലീഹായ്ക്കും അങ്ങനെ ഒരു സവിശേഷമായ ഒരു സാധർമ്മ്യമുണ്ട്. മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് ദൈവദൂതർ വന്ന് പരിശുദ്ധരുടെ അകമ്പടിയോടുകൂടെ സ്വീകരിക്കപ്പെട്ട മാതാവിൻ്റെ സ്വർഗസ്വീകാര സന്ദർഭം, ദി അസംപ്ഷൻ ഓഫ് സെയിന്റ് മേരി, അങ്ങനെയാണ് ഞാൻ വിവർത്തനം കൊടുക്കുന്നത്. സ്വർഗസ്വീകാരം, മാതാവിൻ്റെ സ്വർഗസ്വീകാര സന്ദർഭത്തിൽ തോമസ് ലീഹ ഇന്ത്യയിൽ നിന്ന് ദൈവം അവനെ വഹിച്ചുകൊണ്ട്, മാലാഖമാർ അവനെ വഹിച്ചുകൊണ്ടും കന്യക മറിയാമിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മാതാവിന് തോമസ് ലീഹ അങ്ങനെ പോയാലും അന്തരീക്ഷത്തിൽ കടന്നു. ഈ ഒരു വലിയ സാക്ഷ്യം നിലനിർത്തുവാൻ അമ്മയുടെ ഉറുമാൽ തോമസ് ലീഹായ്ക്ക് കൊടുത്തു. ഇവരെ രണ്ടുപേരുടെയും, തോമസ് ലീഹായുടെ ജീവിതത്തിലും അമ്മയുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സാധർമ്മ്യമുണ്ട്. ഇവിടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മാതാവിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ദൈവമാതാവെന്നാണ് ആദ്യമായി വിളിക്കുന്നത്. കാരണം കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ എന്ന് തന്നെയാണ് പഴയ നിയമത്തിൽ. പഴയ നിയമം എബ്രായ ഭാഷയിൽ അത് യഹോവ, അത് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തുവിന് മുമ്പ് മൂന്നാം നൂറ്റാണ്ടുകളിൽ വിവർത്തനം ചെയ്യുമ്പോൾ അത് കർത്താവ് എന്നാണ്, ലോഡ് എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ വേണം ഇതിനെയും കാണാൻ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന്. എൻ്റെ കർത്താവ് തന്നെ എൻ്റെ ദൈവം, ഇതെൻ്റെ കർത്താവാണ്, ദൈവമാണ് എന്ന് യേശുവിനെ സംബന്ധിച്ചുള്ള സാക്ഷ്യം. യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ദൈവത്തെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച പുണ്യമതി, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അങ്ങനെ ഉള്ള ഒരു ശബ്ദം മാനുഷികമല്ല, അത് ദൈവം അവരുടെ നാവിന്മേൽ കൊടുത്തതാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്നുണ്ടായി. ദൈവമാതാവെന്ന ആ ഒരു വലിയ വിശേഷണം യേശുവായിൽ നിന്നുള്ളതാകുന്നു അമ്മയ്ക്ക് ലഭിച്ചത് ആദ്യം എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. അമ്മയെ സംബന്ധിച്ച് ഇങ്ങനെ കേൾക്കുവാൻ നമ്മളെപ്പോലെ പച്ചയായ സാധാരണക്കാരായ ഒരാളുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അമ്മയെ നാം അവിടെ കാണേണ്ടത്. പക്ഷേ സാമാന്യതയിലും സാധാരണതയിലും ഉയർന്ന അസാധാരണമായ ദൈവീകമായ ഉറവ് ലഭിച്ചതിൻ്റെ ഫലമായി, അവളുടെ ജീവിതത്തെ അങ്ങനെ പാകപ്പെടുത്തി പരുവപ്പെടുത്തിയതിൻ്റെ ഫലമായി, നീ കൃപ ലഭിച്ചവളാണ്, കൃപ നിറഞ്ഞവളാണ് എന്നും, ആ കാരണത്താൽ നീ അനുഗ്രഹീതയാണെന്നും, ഈ കാരണങ്ങളാൽ യേശുക്രിസ്തുവിനെ വഹിക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ നിന്നെ എടുത്ത് ഉപയോഗിച്ചു ആയതിനാൽ അങ്ങനെ നീ ദൈവമാതാവായി തീർന്നുവല്ലോ. നിന്നെ കാണുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ, ഈ ആഭിമുഖ്യം, എൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞു, നീ വഹിക്കുന്ന ആ തമ്പുരാനെ, ആ ഒരു വലിയ സമാഗമം, ആ സന്ദർഭത്തിൽ ദൈവമാതാവ് എന്ന് വിളിച്ച് അങ്ങനെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം, ആ തിരിച്ചറിവിലേക്ക് നമ്മെയും ആനയിക്കുവാനുള്ള ചരിത്രപരമായൊരു നിയോഗം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത് ഉച്ചരിക്കുവാൻ യേശുവായിക്കും, അത് കേൾക്കുവാൻ മാതാവിനും ലഭിച്ച പുണ്യനിമിഷം. ദൈവമാതാവായ ഭർത്തമറിയാം അമ്മയിലേക്ക് നോക്കി ഈ ഒരു വലിയ പാഠം, കൃപ ലഭിച്ചവൾ നിറഞ്ഞവൾ എന്നും ഭാഗ്യവതിയെന്നും ദൈവമാതാവെന്നും
ഇവിടെ വലിയ സാക്ഷ്യം ഈ രണ്ടുപേരുടെയും മൊഴികളിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അമ്മയോട് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് നിർത്താനും അത് പാഠമായി സ്വീകരിച്ചുകൊണ്ട് അമ്മ നിർവഹിച്ച വലിയ ദൗത്യം ഇന്ന് കാലികമായി പൂർത്തീകരിക്കാനുള്ള നിയോഗം തിരിച്ചറിഞ്ഞ് അതിനായി സ്വയം സമർപ്പിതരാകുവാനും ദൈവത്തിൻ്റെ കൃപ മാതാവിൻ്റെ മധ്യസ്ഥ ചാർത്തും നേരേ